ശരി വിട്ടേക്ക്, ഇന്നത്തെ ജോലി പൂർത്തിയായിട്ടുണ്ട്. നീർ നീർ മോനെ, കുറച്ച് പുറത്ത് വന്ന് ഈ സാധനങ്ങൾ അകത്ത് കൊണ്ടുപോ മോനെ. നീർ നീർ ചേടാ, ഇവൻ എന്തിനാ ഏത് ഉത്തരവും പറയാത്തത്? നീർ. പാവം ഗോപാൽ ജോലി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ നീരിന്റെ ശബ്ദം കേൾക്കാത്തത് കാരണം അദ്ദേഹം ആകെ പേടിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കയറി. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ നീരിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ വളരെ ശാന്തമായി ഗോപാലിനെ നോക്കി നിന്നു. അവന്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കുകയായിരുന്നു. അവളെ കണ്ടതും ഗോപാൽ ഞെട്ടിപ്പോയി. നീർ മോനെ, നീർ മോനെ, എന്തു പറ്റി നിനക്ക്? ശരി, ഇതാരാണ്? ഞാനാണ് നിയ. ഞാനൊരു ജലദേവതയാണ്. എന്ത് ജലദേവതയോ? പക്ഷേ ഇതെങ്ങനെ സാധ്യമാവും? അച്ഛാ, അത് ഞാൻ പറയുന്നു. നീരിന്റെ ശബ്ദത്തിലുണ്ടായിരുന്ന ആ ഗംഭീരം കണ്ട് ഗോപാൽ ശാന്തനായി നിന്നു. എന്നിട്ട് അവൻ പറയുന്നത് ശ്രദ്ധിച്ചു. നീർ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. അതായത് അവൻ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, പിന്നെ അവന്റെ ശരിക്കുമുള്ള വീട് ഏതാണെന്ന്. ഇതെല്ലാം കേട്ടതും ഗോപാൽ പേടിച്ചു. എന്നിട്ട് വിഷമത്തോടെ, എന്ത്, നീ അറ്റ്ലാന്റിസിന്റെ യുവരാജനാണോ? അതെ, ഇത് നേരാണ് അച്ഛാ. പിന്നെ ഞാൻ ഇതിനു മേലെ നീ ഒന്നും സംസാരിക്കണ്ട മോനെ. ഇപ്പോൾ നീ അവിടെ ഇരിക്കുന്നത് അവർക്ക് വളരെ ആവശ്യമാണ്. അതാണ് നിന്റെ ശരിക്കുമുള്ള വീട്. ഏത് സമയത്താണോ ഞാൻ നിന്നെ എന്റെ കയ്യിൽ പൊക്കിയോ അപ്പോൾ തന്നെ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ദിവസം നീ തീർച്ചയായും പോകണമെന്ന്. പിന്നെ ആ ദിവസം ഇന്നാണ്. ഞാൻ നിന്നെ തടയില്ല മോനെ. പോ മോനെ, നിന്റെ വീട്ടിലേക്ക് പോ. പിന്നെ നിന്റെ ജീവിതത്തിനെ ആരാണോ നശിപ്പിച്ചത് അവനെ ഒരു പാഠം പഠിപ്പിച്ചോളൂ മോനെ. പോയിട്ട് വാ മോനെ. ശരി അച്ഛാ. ഗോപാൽ പറഞ്ഞ ഉടനെ നീർ തിരിച്ചു പോകാനുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ കുറച്ചു സമയത്തിനകം കടലിലെ തിരമാലകളിൽ മുങ്ങി. കടലിന്റെ നടുക്ക് പോയതും തന്നെ നിയ തന്റെ മാന്ത്രിക വടി കൊണ്ട് സമുദ്രത്തിൽ ഒരു ചുരങ്കമുണ്ടാക്കി. ആ രഹസ്യ ചുരങ്കം ഉപയോഗിച്ച കുറച്ചു സമയത്തിനകം അവർ രണ്ടുപേരും 1000 മൈലിന് താഴെ അറ്റ്ലാന്റിസിൽ ചെന്നെത്തി. അവിടെയുള്ള അവസ്ഥ കണ്ടിട്ട് നീർ നെട്ടുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. അവസാനം നമ്മൾ എന്തിനാ പേടിച്ചോ അത് തന്നെ നടന്നു. ഷാർക്ക് രാജാവ് എല്ലാവറ്റിനെയും മാറ്റിട്ടുണ്ട്. നമ്മളുടെ രാജ്യത്തിനെ മാത്രമല്ല, രാജ്യത്തിലുള്ള മക്കൾ എല്ലാവരെയും കൊന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ എന്താണോ നീർ കണ്ടത് അത് അവന് ഒരുപാട് സങ്കടമുണ്ടാക്കി. അവന് തന്റെ അച്ഛനമ്മയുടെ ഓർമ്മ വന്നു. പക്ഷെ വിഷമിക്കുന്ന കാര്യം എന്താണെന്നാൽ അവരുടെ ഓർമ്മയ്ക്കായി അറ്റ്ലാന്റിസിൽ ഒരു സാധനവും ഇല്ല. എനിക്ക് മനസ്സിലാകുന്നു, നിനക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു. പക്ഷെ ഇപ്പോൾ ദേഷ്യപ്പെടേണ്ട സമയമല്ല. ഇവിടെ നീ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അത് നീ നിറവേറ്റണം. നമ്മളിപ്പോൾ ഈ രാജ്യത്തിനെയും ജനങ്ങളെയും ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം. ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരി, വാ, നമ്മൾ പണി തുടങ്ങിക്കോളാം. പക്ഷെ യാതൊരു ജോലിയും തുടങ്ങുന്നതിന് മുൻപ് നീ ഒരാളെ പരിചയപ്പെടണം. അറ്റ്ലാന്റിസിലേക്ക് ചെന്നതും തന്നെ നീർ വളരെ ആഗ്രഹത്തോടെ തന്റെ ജോലി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അവിടെ രാജ്യത്തിന്റെ പഴയ പട്ടാളക്കാർ പിന്നെ രാജാവിന്റെ വിശ്വാസികളെയും ചെന്നു കണ്ടു. രാജാവിന്റെ വിശ്വാസികളെ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യം അത് ഞാൻ ചെയ്തു. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി നീർ. അദ്ദേഹം തിരിച്ചെത്തി. ഭടന്മാരൊക്കെ നിയ പറഞ്ഞത് കേട്ടതും അവർ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. വളരെ സന്തോഷിച്ചു, കരയാൻ തുടങ്ങി. അവസാനം എന്റെ അധ്വാനം വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും വീണ്ടും വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, പക്ഷേ നിങ്ങൾ ആരാണ്? എനിക്ക് ഇവിടെ ഉള്ള ആരെയും അറിയില്ല. അത് ഞാനാണ്. രാജാവിന്റെ ഉത്തരവ് പ്രകാരം നിങ്ങളെ കൊണ്ടുപോയി സമുദ്രത്തിന്റെ ആവശത്ത് മനുഷ്യരുടെ മധ്യയിൽ വിട്ടതാണ്. പറയണമെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. പക്ഷേ ആ സമയത്ത് സമുദ്രത്തിൽ മഹായുദ്ധം തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ രാജ്യത്തിനെ പറ്റിയും പിന്നെ രാജാവിനെ പറ്റിയും വിഷമമായി. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന ഒരു നല്ല മീൻകാരനെ കണ്ടിട്ട് ഞാൻ അവന്റെ അടുത്ത് നിങ്ങളെ വിട്ടു. പക്ഷേ എന്റെ മോശമായ സമയം നോക്ക്. എന്നെ കൊണ്ട് മഹാരാജാവിനെയും റാണിയെയും രക്ഷിക്കാൻ പറ്റില്ല. എന്ത്? അതേ യുവരാജ, അവർ രണ്ടുപേരും ഇപ്പോൾ ഈ ലോകത്തിലില്ല. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഷാർക്ക് രാജാവിന്റെ അടുത്ത് രക്ഷപ്പെട്ട് ഇവിടെ ഒരു രഹസ്യ പടയിനെ ഉരുവാക്കിയിട്ടുണ്ട്. ശരിയായ സമയം വരുമ്പോൾ ആ ഷാർക്ക് രാജാവിന്റെ രാജ്യത്തിനെ നമ്മൾ തീർച്ചയായും തോൽപ്പിക്കും. ഇവിടെ നോക്കൂ, ഇത്ര കൊല്ലങ്ങൾ കടന്നതിന് ശേഷം പോലും എന്റെ സൈന്യം തയ്യാറായിട്ടുണ്ട്. പക്ഷേ എന്റെ സൈന്യം നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ നീയ ഞങ്ങളുടെ കാത്തിരിപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത്ര കൊല്ലങ്ങളായിട്ട് ശ്രദ്ധയോടും വിശ്വാസത്തോടും ഉണ്ടായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്.
ഞാൻ നിങ്ങൾക്ക് നന്ദി കടൻപ്പെട്ടിട്ടുണ്ട്. പറയണമെങ്കിൽ എനിക്ക് യുദ്ധം ഇഷ്ടമില്ല, പക്ഷേ പ്രശാന്തതന് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ ഏൽക്കുന്നു. നമ്മളുടെ സൈന്യത്തിന്റെ അടുത്ത് പറഞ്ഞ് അവരെ റെഡിയായിട്ട് ഇരിക്കാൻ പറയൂ, കാരണം ഇപ്പോഴാണ് മഹായുദ്ധം തുടങ്ങാൻ പോകുന്നത്. നീർ വന്നതുകൊണ്ട് മുഴുവൻ അറ്റ്ലാന്റിസ് രാജ്യവും ശക്തി ആർജിച്ചതായി. ഏത് ജനങ്ങൾ ഷാർക്ക് രാജ്യത്തിന്റെ ക്രൂരത കണ്ട് പേടിച്ചോ, ജനങ്ങൾ അവർക്കെതിരായി ഒരു സമരം തുടങ്ങി. ജനങ്ങൾ ചുമരിലുണ്ടായിരുന്ന ഷാർക്ക് രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ മായ്ക്കാൻ തുടങ്ങി. അവൻ ഇട്ടുവച്ചിരുന്ന ആജ്ഞകളൊക്കെ മറികടന്നു. അതുകൊണ്ട് ഷാർക്ക് രാജാവിന് ദേഷ്യം വന്നു. ഓ, എന്നാൽ ആ യുവരാജൻ ഒരു മീൻകാരനോടൊപ്പം വളർന്നോ? അവൻ എനിക്ക് ഇപ്പോൾ സവാൽ വിടുന്നു. പാവം, അവൻ ചെറിയ കുട്ടിയാണ്. അവൻ ആരെയാണ് എതിർക്കുന്നതെന്ന് അവൻ അറിയില്ലാന്ന് തോന്നുന്നു. ഞാൻ ഷാർക്ക് രാജ്. അവനെ കൊണ്ട് എന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല. രണ്ടു വശത്തും ദേഷ്യം പടരാൻ തുടങ്ങി. നീരും ബാക്കിയുള്ള ഭടന്മാരും ജലകവചം എടുത്തു. കടലിൽ മറയ്ക്കപ്പെട്ടിരുന്ന അസ്ത്രങ്ങൾ പുറത്തേക്ക് വന്നു. നീരിന്റെ കയ്യിൽ അവരുടെ മുൻഗാമികളുടെ തൃശൂലം എത്തി. ത്രിനേത്ര അങ്ങനെയുള്ള ഒരു ആയുധം. അതുകൊണ്ട് യാതൊരു വസ്തുവിനെയും കീറി അത് 4 കഷ്ണങ്ങളാക്കാൻ പറ്റും. ഒപ്പം തന്നെ അവരുടെ സൈന്യത്തിൽ വലിയ വലിയ മീൻ സൈന്യങ്ങളും ചേർന്നു. അതായത് വലിയ ഓപ്ടപ്പസ്, വലിയ ആമകൾ, ജലസർപ്പങ്ങൾ, വളരെ പഴയതായ വളരെ ബലശാലിയായ അബ്ബി, അവരെല്ലാരും നീറിനെ സഹായിച്ചു. അവരുടെ മുൻപിൽ ഷാർക്ക് രാജ്യം വിജയിക്കുന്നത് സാധ്യമല്ല. പിന്നെ പതുക്കെ പതുക്കെ ആ യുദ്ധ ദിവസവും വന്നെത്തി. മഹായുദ്ധം അറ്റ്ലാന്റിസിന് പുറത്ത് നീർസർ എന്ന മൈതാനത്ത് നടന്നു. അവിടെ ജലജന്തുക്കൾ മാറി മാറി മത്സരിക്കാൻ തുടങ്ങി. അവിടെ ഷാർക്ക് രാജാവും നീരും അവരുടെ സൈന്യത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. അവസാനം നമ്മൾ എല്ലാവരും നേർക്ക് നേർ വന്നിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഈ രാജ്യം എന്റേതല്ല, നമ്മൾ എല്ലാവരുമാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാണ്, ഞാൻ നിങ്ങൾക്ക് സ്വന്തം. ഇത്ര കാലങ്ങളായിട്ട് ഏതൊരു ശത്രുവാണ് നമ്മളുടെ പവിത്രമായ രാജ്യത്തിനെ തന്റെ കോപം കൊണ്ട് പവിത്രമില്ലാതെ ആക്കിയിട്ടുണ്ടോ, അവന്റെ കൊടുമൈകൾക്ക് ഉത്തരം പറയാനുള്ള സമയം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിച്ചിരിക്കണം. പ്രശാന്തതന് വേണ്ടിയുള്ള ഈ യുദ്ധത്തിനെ തുടങ്ങിക്കോളൂ. നീർ ഇങ്ങനെ ആജ്ഞാപിച്ചതും തന്നെ എല്ലാരും മാറി മാറി മത്സരിക്കാൻ തുടങ്ങി. ഷാർക്ക് രാജാവ് ആയിരക്കണക്കിന് ഭടന്മാരെ അയച്ചു. ഷാർക്ക് ഭടന്മാർ, ഞണ്ടുകൾ. പക്ഷേ പല വർഷങ്ങളായി വേദനയിലിരുന്ന ജനങ്ങൾ പിന്നെ പഴയ ഭടന്മാരുടെ മുൻപിൽ ഷാർക്ക് രാജാവിന്റെ സൈന്യങ്ങൾ തോറ്റു തുന്നം പാടി. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ ഭടന്മാർ ഏതിനും ഉപയോഗമില്ലാതെ ആ പടയുടെ അടുത്ത് എങ്ങനെയാണ് തോൽക്കുന്നത്? ഇത് പുതിയ കാലത്തിന്റെ പുതിയ മായയാണ് ഷാർക്ക് രാജ്. അവരെ എതിർക്കുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. ദൂതൻ പറഞ്ഞത് കേട്ടിട്ട് ഷാർക്ക് രാജാവിന് ദേഷ്യം വന്നു. അവസാനം ഷാർക്ക് രാജാവ് തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്നു കാലശംഖ്. അതായത് ആ ശംഖ് കടലിൽ വിഷം കലർത്തുന്നതാണ്. ഷാർക്ക് രാജാവ് നോക്കുകയായിരുന്നു. നീർ തന്റെ തൃശൂലം കൊണ്ട് തന്റെ ശത്രുക്കളെ ആക്രമിക്കുകയായിരുന്നു. അത് അവരെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. നീ ഇപ്പോൾ എങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല. ഇന്നാണ് നിന്റെ അവസാനത്തെ ദിവസം. ആ രാജാവ് കാലശങ്കെടുത്ത് ഊതാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. ആ കാലശങ്കിൽ നിന്നും നീല വിഷവായു പുറത്തേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഒരു ക്ഷണം കൊണ്ട് ആ വിഷവായു സമുദ്രത്തിൽ ചേരാൻ തുടങ്ങി. അതുകൊണ്ട് നീരിന്റെ സൈനികർക്ക് ശക്തി കുറഞ്ഞു, മരിക്കാൻ തുടങ്ങി. പക്ഷേ ഷാർക്ക് രാജ് അദ്ദേഹത്തിന്റെ സൈനികരുടെ മേലിൽ ആ വിഷം ഒരു ബാധിപ്പും ഉണ്ടാക്കിയില്ല. ഇല്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല. നിന്നെ കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഷാർക്ക് രാജ് വിജയിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ വിടില്ല. അപ്പോഴാണ് അവിടേക്ക് നിയ വന്നത്. അവൾ തന്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് എല്ലാ വിഷവും തന്റെ വടിയിലേക്ക് വലിച്ചെടുത്തു. അതുകൊണ്ട് നീരും അവന്റെ സൈനികരും രക്ഷപ്പെട്ടു. ഇല്ല, അങ്ങനെ നടക്കാൻ പാടില്ല. ക്ഷമിച്ചേക്കൂ ഷാർക്ക് രാജാവേ. ഈ സമയത്ത് നിങ്ങൾ നിലവിളിക്കാൻ പാടില്ല. ഇത് ഓടിക്കാനുള്ള സമയമാണ്. ആ നീർ നമ്മളെക്കാളും ബലശാലിയാണ്. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് പകരം നമ്മൾ ഓടിക്കുന്നത് നല്ലതാണ്. ദൂതൻ പറഞ്ഞത് കേട്ടിട്ട് ഷാർക്ക് രാജ് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഒട്ടും സമയം കളയാതെ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അപ്പോഴാണ് നീർ തൃശൂലം എടുത്തത്. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ സമുദ്രം എന്റേതാണ്, ഞാൻ അതിൻ്റെതും. ആരെങ്കിലും ഇതിനെ നശിപ്പിക്കണമെന്ന് നോക്കിയാൽ അവരെ വെറുതെ വിടാൻ പാടില്ല. നീർ വേഗത്തിൽ ആ തൃശൂലം എടുത്ത് ഷാർക്ക് രാജിന് നേരെ എറിഞ്ഞു. അങ്ങനെ അതിശയമുണ്ടായി. നീരിന്റെ തൃശൂലം ആ കടലിലെ തിരമാലകളെയും കടന്ന്
അവസാനം ഷാർക്ക് രാജാവിന്റെ നെഞ്ച് പിളർന്നു. അവിടെ ഷാർക്ക് രാജാവ് മരിച്ചുപോയി. ഞാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ വിജയിച്ചു സുഹൃത്തുക്കളെ, നമ്മൾ വിജയിച്ചു. അവസാനം നീർ പറഞ്ഞത് കേട്ടിട്ട് എല്ലാരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഷാർക്ക് രാജാവിന്റെ തോറ്റ സൈന്യങ്ങൾ നീരിന്റെ സൈന്യങ്ങളോടൊപ്പം ചേർന്നു. ഒപ്പം ഷാർക്ക് രാജാവിന്റെ ദൂതുവനും. ഒരു വിധേന പല കാലങ്ങളായി ഉണ്ടായിരുന്ന ക്രൂരത അവസാനിച്ചു. അറ്റ്ലാന്റിന് യഥാർത്ഥ അവകാശിയെയും കിട്ടി.